എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എള്ളുണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ 40+ ഏജ് ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് സാധാരണയായിട്ട് തന്നെ മുടി കൊഴിച്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കാണാം. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഈസ്ട്രജൻ ലെവൽ കുറയുന്നതുകൊണ്ടും അതുപോലെ തന്നെ അയൺ ഡെഫിഷ്യൻസി ഒക്കെ വരുന്ന സമയത്തൊക്കെയാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലം വരാറുള്ളത്. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എള്ളുണ്ട തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ എള്ളിൻ്റെ കൂടെ നമ്മൾ കുറച്ച് നട്ട്സും അതുപോലെ തന്നെ തേങ്ങയും കരിപ്പട്ടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റാണ് ഈ ഒരു എള്ളുണ്ട കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ എള്ളുണ്ട തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഇപ്പോൾ 1/2 കപ്പ് കറുത്ത എള്ളാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായി കഴുകിയെടുക്കണം. 3-4 പ്രാവശ്യം നമുക്കൊന്ന് കഴുകിയെടുക്കേണ്ടതുണ്ട്. നല്ലൊരു കറുത്ത കളറിലുള്ള വെള്ളമായിട്ട് മാറുന്നത് കാണാം. അതിന് ശേഷമാണ് നമുക്കത് വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചിട്ടൊന്ന് ഉണക്കിയെടുക്കാം. അതല്ലെങ്കിൽ നനവൊന്ന് മാറിയ ശേഷം നമുക്കതൊന്ന് നന്നായൊന്ന് വറുത്തെടുക്കാം. ഇതാ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇത് 1-2 പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തിട്ട് വേണം നമുക്കത് വറുത്തെടുക്കാൻ. ഇതുപോലൊരു അരിപ്പ വെച്ചിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ നന്നായി കഴുകി കിട്ടുന്നതാണ്. ഇനി ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് വാർന്ന ശേഷം വേണം നമുക്കതൊന്ന് വറുത്തെടുക്കാൻ. പിന്നെ നമ്മൾ ചേർക്കുന്നത് വെളുത്ത എള്ളാണ്. ഇത് നമുക്ക് അങ്ങാടി മരുന്ന് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇത് നമുക്ക് നന്നായൊന്ന് കഴുകിയെടുക്കേണ്ടതുണ്ട്. നിങ്ങൾക്കിനി വെളുത്ത എള്ള് കിട്ടുന്നില്ലെങ്കിൽ കറുത്ത എള്ള് 1 കപ്പ് എടുത്താൽ മതി. നമ്മളിപ്പോൾ 2 1/2 കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. ഫ്രഷ് ആയിട്ടുള്ള കറി ലീവ്സ് ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചതുകൊണ്ട് തന്നെ അല്പനേരം ഉപ്പ് വെള്ളത്തിലൊന്ന് ഇട്ട ശേഷമാണ് എടുക്കുന്നത്. കറിവേപ്പിലയുടെ തണ്ടിൽ നിന്നെല്ലാം ഇങ്ങനെ അടർത്തി എടുത്തിടാം. വീട്ടിലുള്ള കറിവേപ്പിലയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. അതിൽ പൊടിയോ മണ്ണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് കളയാൻ വേണ്ടിയിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി. ഇതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഉപ്പ് വെള്ളത്തിലൊന്ന് ഇട്ട ശേഷമാണ് കഴുകിയെടുക്കുന്നത്. കറിവേപ്പിലേക്ക് ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നമുക്കൊരു 10 മിനിറ്റ് നേരം ഒന്ന് വെള്ളത്തിൽ കിടക്കട്ടെ. കൂടാതെ ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സും കൂടി ചേർക്കുന്നുണ്ട്. ആദ്യം ചേർക്കുന്നത് 1/2 കപ്പ് ബദാമാണ്. പിന്നെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് കാഷ്യൂനട്ടാണ്. മൂന്നാമതായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് വാൾനട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ നട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ കാഷ്യൂനട്ട് മാത്രമായാലും മതി. റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 6 ഏലക്കക്കുരും കൂടി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെറിയ ഏലക്ക ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ 6 എടുത്തിരിക്കുന്നത്. ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇരുമ്പ് ചീനിച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഇരുമ്പ് ചീനിച്ചട്ടിയോ അതല്ലെങ്കിൽ അടികട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ വേണം നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. ആദ്യം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ബദാമാണ്. അതിൻ്റെ കൂടെ തന്നെ ഏലക്കയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാൻ. കൈവിടാതെ ഇളക്കിയും കൊണ്ടിരുന്നാൽ മതി. ബദാമൊക്കെ ഒന്ന് പൊട്ടി വരാൻ തുടങ്ങുന്ന ആ ഒരു സമയമാവുന്നവരെയാണ് നമുക്കൊന്ന് ഇളക്കിയെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ബദാമൊക്കെ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. പൊട്ടി വരുന്ന സൗണ്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. അതുപോലെ ഓരോ പ്രാവശ്യം വറുത്ത് കഴിയുമ്പോഴും പാത്രം ഒന്ന് തുടച്ചെടുക്കണം, അല്ലെങ്കിൽ അതിൽ കരി നിൽക്കുന്നതായിരിക്കും. ഇനി നമുക്കിതിലേക്ക് വാൾനട്ടാണ് ചേർക്കുന്നത്. വാൾനട്ട് ഇതുപോലെ തന്നെ നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വാൾനട്ടും റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. അതിനുശേഷം ഒന്ന് തുടച്ചെടുത്തിട്ട് വേണം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കാഷ്യൂനട്ടാണ്. ഇരുമ്പ് പാത്രം നന്നായി ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് റോസ്റ്റായി കിട്ടുന്നതാണ്. എന്താ നമ്മൾ ചേർത്തിട്ടുള്ള കാഷ്യൂനട്ടിൻ്റെയും കളറൊക്കെ ഒന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു രീതി ആവുന്നവരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. എന്താ കാഷ്യൂനട്ടും സ്റ്റവിൽ നിന്ന് എടുത്ത് മാറ്റിയാണ്. അപ്പോഴേക്കും കറുത്ത എള്ളും ഞാൻ വെളുത്ത എള്ളും ഒരുമിച്ചാണ് സ്ട്രെയിനറിൽ വെച്ചിരിക്കുന്നത്. നമുക്ക് ചട്ടിയിലേക്ക് ചേർക്കാം. അങ്ങനെ നമുക്ക് എള്ളും നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. ആദ്യം വെള്ളത്തിൻ്റെ നനവൊക്കെ ഒന്ന് മാറിയ ശേഷം പൊട്ടി വരുന്നവരെയാണ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. നല്ല ചൂട് ചീനിച്ചട്ടി ആയതുകൊണ്ട് തന്നെ
പെട്ടെന്ന് റോസ്റ്റായി കിട്ടുന്നതാണ്. അപ്പോൾ ഈ എള്ള് കഴിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പീരിയഡ്സൊക്കെ ഒന്ന് കറക്റ്റ് ആവുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അയണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതാണ്. അപ്പോൾ നമ്മൾ മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലഡു തയ്യാറാക്കുന്നത്. അതിനകത്ത് നമ്മൾ ചേർത്തിട്ടുള്ള എള്ളും പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു രീതി ആവുന്നവരെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചാൽ മതി. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം തണുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ തണുക്കുന്നതിന് വേണ്ടിയിട്ട് വറുത്തെടുത്ത നട്ട്സ് എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എള്ളും കൂടി ചേർക്കാം. അതിനുശേഷം നട്ട്സും അതുപോലെ തന്നെ എള്ളുമായിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി തണുത്ത ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ ചേർത്ത് പൊടിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കറിവേപ്പിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെള്ളത്തിലിട്ട ശേഷം ഒരു 10 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് കഴുകിയെടുക്കാം. നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് 1/2 കപ്പ് കറിവേപ്പിലയാണ് വേണ്ടത്. ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കറിവേപ്പിലയുടെ വെള്ളമയൊക്കെ ഒന്ന് മാറിയ ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലാണ് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. കറിവേപ്പില വെളിച്ചെണ്ണ കിടന്ന് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു മണമാണ് വരുന്നത്. അങ്ങനെ നമ്മുടെ കറിവേപ്പില നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കറിവേപ്പില നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ നട്ട്സൊക്കെ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പീരയാണ്. അപ്പോൾ ഞാൻ തേങ്ങ പീസസൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തേങ്ങാപ്പീരയാക്കി എടുക്കാം. അങ്ങനത്തെ നമ്മുടെ തേങ്ങാപ്പീരയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല ചുമന്ന പോലെ വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതിൻ്റെ വെള്ളപ്പറ്റൊന്ന് മാറുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങാപ്പീര റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പീര ചേർക്കാം. നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്നത് 1/2 മുറി തേങ്ങാപ്പീരയാണ്. അപ്പോൾ അത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ തേങ്ങാപ്പീര ഇല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ജസ്റ്റ് ഒന്ന് റോസ്റ്റായി കിട്ടുന്നവരെ നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ തേങ്ങാപ്പീര ഇതുപോലെ റോസ്റ്റ് ചെയ്യാതെയാണ് നമ്മൾ എള്ളുണ്ട തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്തയാവുന്നതാണ്. അതിൻ്റെ നമ്മുടെ തേങ്ങാപ്പീരയൊക്കെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ വെള്ളമയൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു രീതി ആവുന്നവരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പീരയും നട്ട്സിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കത് മിക്സിയുടെ ചെറിയ ജാറിൽ ചേർത്തിട്ട് കുറച്ചല്ലേ ഉള്ളൂ ക്വാണ്ടിറ്റി, ചെറിയ ജാറിൽ ചേർത്ത ശേഷം പൊടിച്ചെടുക്കാം. അങ്ങനത്തെ നമ്മുടെ നട്ട്സും തേങ്ങാപ്പീരയും എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ 3-4 പ്രാവശ്യമായിട്ട് നമുക്കിതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. അങ്ങനത്തെ ഈ ഒരു രീതിയിലാണ് നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇതുപോലെ ബാക്കിയുള്ളതൊന്ന് പൊടിച്ചെടുക്കട്ടെ. അങ്ങനത്തെ നമ്മുടെ എള്ളുണ്ടയുടെ മിക്സൊക്കെ ഒരു 4 പ്രാവശ്യം ഞാൻ മിക്സിയിൽ അടിച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഉരുട്ടി എള്ളുണ്ട കഴിക്കാവുന്നതാണ്. പക്ഷെ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് അല്പം മധുരം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് പാം ജാഗരയാണ്, അതായത് കരിപ്പെട്ടി. അപ്പോൾ ഇതും മുടി വളർച്ചയ്ക്ക് അയൺ ഡെഫിഷ്യൻസി ഒക്കെ മാറുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ഒരു പാക്കറ്റ് കരിപ്പെട്ടിക്കകത്ത് 3 കരിപ്പെട്ടിയാണ് വരുന്നത്. അതുപോലെ തന്നെ 400 ഗ്രാമാണ് ഈ ഒരു പാക്കറ്റിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള കരിപ്പെട്ടി വെച്ചാണ് നമ്മളിനി ഉരുക്കിയെടുക്കുന്നത്. പെട്ടെന്ന് ഉരുക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കരിപ്പെട്ടി ഒന്ന് പൊടിച്ചിട്ടാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1/3 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. കുറച്ച് വെള്ളം മതി, കാരണം ഓൾറെഡി നമുക്കത് ഒന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ഒരു നൂൽപ്പരുവൊന്നും ആക്കേണ്ട ആവശ്യമില്ല. കരിപ്പെട്ടി ജസ്റ്റ് ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മതി. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കരിപ്പെട്ടി ഇല്ലെങ്കിൽ ശർക്കര എടുത്ത് ഉരുക്കി ചേർത്താലും മതി. പക്ഷെ കുറച്ചും കൂടി ബെനിഫിറ്റ് ആയിട്ടുള്ളത് കരിപ്പെട്ടി ചേർക്കുമ്പോഴാണ്. ശർക്കരയൊക്കെ കുറച്ചും കൂടി കൂടുതൽ ഗുണങ്ങളുള്ളത് ഇതുപോലെ കരിപ്പെട്ടി ചേർക്കുമ്പോഴാണ്. അങ്ങനത്തെ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ ഉരുക്കി വന്നിട്ടുണ്ട്. ഈ ഒരു രീതി ആവുന്നവരെ ഉരുക്കിയെടുത്താൽ മതി. ഇനി നമുക്കിത് പൊടിച്ചു വെച്ചിട്ടുള്ള എള്ളിലേക്ക് ചേർക്കാം. അങ്ങനത്തെ ശർക്കരപ്പാനിയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ചൂടോടുകൂടി തന്നെയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അതിനുശേഷം ശർക്കരപ്പാനി എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ചൂടുള്ളതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്കതിഞ്ഞ് ഉരുട്ടിയെടുക്കാൻ. അങ്ങനത്തെ ശർക്കരപ്പാനിയും ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോളായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഉരുട്ടിയെടുത്തിരിക്കുന്നത്. ഇതുപോലെ ബാക്കിയുള്ളതൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു എള്ളുണ്ടയാണ്.
അങ്ങനെ നമ്മുടെ എള്ളുണ്ടയൊക്കെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു അളവിൽ എള്ളുണ്ട തയ്യാറാക്കിയ സമയത്ത് എനിക്ക് 30 എള്ളുണ്ടയാണ് കിട്ടിയത്. അതായത് ഒരു ദിവസം ഒന്ന് വെച്ചിട്ട് ഒരു മാസത്തേക്കാണ് ഈ ഒരു അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മുടികൊഴിച്ചിലുള്ള സമയത്ത് അതുപോലെ തന്നെ ഒരു 40+ ഏജ് ആയിട്ടുള്ള സ്ത്രീകൾക്കെല്ലാം ഡെയിലി ഓരോന്ന് വെച്ച് തന്നെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇതിൽ നമ്മൾ കറിവേപ്പിലയും കൂടി ഫ്രൈ ചെയ്ത് ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറാണ് ഈ കറിവേപ്പിലിൻ്റെയും കൂടി കിട്ടുന്നത്. അതുപോലെ തന്നെ ഏലക്കയുടെയും കൂടി ടേസ്റ്റ് ഉള്ളതുകൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എള്ളുണ്ടയാണിത്. ഇത് മുടികൊഴിച്ചിൽ മാറുന്നതിന് മാത്രമല്ല നമ്മുടെ ഹോർമോൺസൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനും ഈ ഒരു ഹെൽത്തി ലഡു സഹായിക്കുന്നതാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ഈ ഒരു എള്ളുണ്ട തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഈ ഒരു എള്ളുണ്ടയ്ക്ക്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.